ചൊവ്വാഴ്ച ദിനത്തിലേക്ക് എത്തുമ്പോൾ ഇതാ ഈശോ ദേവാലയത്തിൽ പഠിപ്പിക്കുന്നതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുന്നു, പ്രബോധനം. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവിക പ്രബോധനങ്ങളോട് ഞാൻ എങ്ങനെയാണ് ഉത്തരം കൊടുക്കുന്നത്. ദൈവിക പ്രബോധനങ്ങളോട്, ടീച്ചിങ്സിനോട്, തിരുസഭയുടെ പ്രബോധനങ്ങളോട്, പരിശുദ്ധ അൾത്താരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളോട് എങ്ങനെയാണ് നമ്മൾ പ്രത്യുത്തരിക്കുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും പഠിക്കാനുമൊക്കെ നമ്മൾ സമയം കൊടുക്കുന്നുണ്ടോ? ഇന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ വിഷയം. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ബുധനാഴ്ച എത്തുമ്പോൾ നമ്മൾ കാണുന്നത് യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നു. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നു. ഇത് നമ്മൾ വായിച്ച് യൂദാസ് ഒറ്റിക്കൊടുത്തു, അതിനിപ്പോൾ ഞാൻ എന്താ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ പലപ്പോഴും ഒറ്റിക്കൊടുക്കാറില്ലേ? യൂദാസ് ഒറ്റിക്കൊടുത്തത് വെള്ളി നാണയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും ഈശോയെ ഒറ്റിക്കൊടുക്കാറില്ലേ, തള്ളിപ്പറയാറില്ലേ? ബുധനാഴ്ച ദിനത്തിൽ ധ്യാനിച്ച് വ്യാഴാഴ്ചയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതാ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, പെസഹ വ്യാഴം. വിശുദ്ധ കുർബാനയോട് നമ്മുടെ പങ്കാളിത്തം എങ്ങനെ, പരിശുദ്ധ കുർബാനയെ എങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് ധ്യാനിക്കുവാൻ നൽകപ്പെട്ട അനുഗ്രഹ ദിനം. അത്രമേൽ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അന്നത്തെ ദിവസത്തിലാണ് മണിക്കൂറുകൾ ദേവാലയത്തിലിരുന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ തക്കവണ്ണം ദേവാലയങ്ങളൊക്കെ തുറക്കപ്പെട്ട് ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ദിവസം. തമ്പുരാന്റെ മുമ്പിൽ നന്നായി സമയം ചെലവഴിച്ച് ദൈവികാരുണ്യത്തെ സ്നേഹിക്കാനുള്ള ദിനം. ആ യാത്ര ചെന്ന് ചേരുന്നത് വെള്ളിയാഴ്ച ദിനമാണ്. പാപങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനെ തിരിച്ചറിയാൻ, ദൈവം ഇത്രമേൽ എനിക്ക് വേണ്ടി സ്നേഹം നൽകുന്നുവെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്താനുള്ള ദിനം.